വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ കനത്ത വ്യോമാക്രമണം നടത്തി ഇറാന് തിരിച്ചടി നൽകിയ ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ നഗരമായ ഇസ്ഹാനിലെ ഷാഹിദ് സലാമി എയർബേസിലായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. സ്വന്തം നിലയ്ക്ക് തീരുമാനം കൈക്കൊണ്ട് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് തിരിച്ചടിയെന്നതും ശ്രദ്ധേയമാണ്. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിന് സമീപത്തായി നിരവധി തവണയാണ് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. ഇസ്രയേൽ പ്രത്യാക്രമണം മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രബിന്ദുവായ നതാൻസിന് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നത് ശ്രദ്ധേയമാണ്. ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ അഹമ്മദ് ഫഹ്ലാബ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ. സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതം നടത്താനായി ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ഫഹാൻ, ഷിറാസ്, ടെഹ്റാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുമുണ്ട്. വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. ആയുധബലത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പത്തിനൊപ്പമാണെന്ന് എളുപ്പത്തിൽ തന്നെ വിശേഷിപ്പിക്കാനാവും. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ലോക സൈനിക ശക്തിയിൽ ഇറാന് 14ാം റാങ്കും ഇസ്രയേലിന് 17ാം റാങ്കുമാണുള്ളത്. ഇസ്രയേലിന്റെ കരുത്ത് എടുത്തുകാട്ടിയ രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ. 92,81,924 ജനസംഖ്യയുള്ള ഇസ്രയേലിൽ 1,70,000 സജീവ സൈനികരും 4,65,000 റിസർവ് സൈനിക വിഭാഗവുമുണ്ട്. 1,376 ടാങ്കുകളും 43,407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട്. ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന. ആധുനിക F-35 പോർ വിമാനങ്ങളടക്കം ഇസ്രയേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട്. 612 യുദ്ധവിമാനങ്ങളാണുള്ളത്. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുമ്പ് തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേധ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ്. സിറ്റ്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇസ്രയേലിന്റെ കൈവശം 80 ആണവ ബോംബുകളുണ്ട്. ഇതിൽ 30 എണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്. ബാക്കി 50 എണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയും. ആണവ ശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല. എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുണ്ട്. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിൽ വളരെ അടുത്താണ് ഇറാൻ എന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. 8 കോടിക്കടുത്ത് ജനസംഖ്യയുള്ള ഇറാനിൽ 6,10,000 സജീവ സൈനികരും 3,50,000 റിസർവ് സൈനിക അംഗങ്ങളുമുണ്ട്. 1,996 ടാങ്കുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളുമുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലേക്കുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം. കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചിരുന്നു. ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചിരിക്കുന്നത്. സംഘർഷ ഭീതി വർദ്ധിപ്പിച്ച് ഇസ്രായേലും ഇറാനും കൊമ്പുകോർക്കുമ്പോൾ ആഗോളതലത്തിൽ ഉയർന്ന ആശങ്കകളും നിരവധിയാണ്. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നതിനുള്ള പ്രധാന കാരണവും ആഗോള വ്യവസായ വ്യാപാര മേഖലയ്ക്ക് സംഘർഷം ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളിലെ വ്യാപാര പങ്കാളിയായ ഇന്ത്യയും അലട്ടുന്നുണ്ട്. ഈ അവസരത്തിൽ ഇറാൻ ഇസ്രായേൽ ശത്രുതയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.